അവരുടനെ തന്നെ പറഞ്ഞ എന്താ, ദാ ബംഗ്ലാദേശിലെയും നേപ്പാളിലെയും പോലെ ചെറുപ്പക്കാരെ ഭരണഘടന പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെതിരെ ഇളക്കിവിടാൻ ശ്രമിക്കുകയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അല്ലെങ്കിൽ വല്ലാത്ത ആവശ്യമില്ലാത്ത പ്രകോപനം ഉണ്ടാക്കുകയാണ്. രാജ്യത്തിനെതിരായിട്ടുള്ള നടപടികളാണ് ഇതൊക്കെ. രാഹുൽ ഗാന്ധി അർബൻ നക്സലുമായിട്ട് ചേർന്നാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് BJP നേതാക്കളുടെ ഒരു പ്രവാഹമായിരുന്നു. ആദ്യത്തെ സീരീസിന് ശേഷം ആരും മിണ്ടിയില്ല, പേടിച്ചടങ്ങിയിരുന്നതാണ്. രണ്ടാമത്തേതൂടെ വന്നപ്പോഴത്തേക്ക് വല്ലാത്ത കനത്ത ആഘാതമായിരുന്നു ഈ രണ്ടാമത്തെ ഈ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഈ ഭരണകക്ഷിയുടെ മേല് ഉണ്ടാക്കിയത്. അപ്പൊ ഇതുകൂടെ കണ്ടപ്പോഴത്തേക്ക് അമിത്ഷാ തന്നെ രംഗത്തിറങ്ങിയതാണ്. അദ്ദേഹം ആദ്യം പറഞ്ഞത് ഈ ബംഗ്ലാദേശിൽ നിന്നൊക്കെയുള്ള നുഴഞ്ഞു കയറ്റക്കാർക്ക് വേണ്ടിയുള്ളതാണ് ഈ രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസ്ഥാനമെന്നാണ്, വോട്ട് ചോരിയ പ്രസ്ഥാനം, അവർക്ക് വോട്ട് കിട്ടാനാണെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഈ രണ്ടാമത്തെ പത്രസമ്മേളനം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി, മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി ഫഡ്നാവിസ്, പിന്നെ ഒരു നിഷികാന്ത് ദുബെ, ഇവരെല്ലാവരും കൂടെ രാഹുൽ ഗാന്ധിയുടെ ചോരക്കായിട്ട് ഇപ്പോഴ് മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുക.